ചെല്ലാനം ഗോണ്ടൂപ്പറമ്പിൽ അജ്ഞാത സംഘം 3 വാഹനങ്ങൾക്ക് തീയിട്ടു. 2 ഇരുചക്ര വാഹനങ്ങൾ കനാലിലേക്ക് തള്ളിയിട്ടു. എറണാകുളം ചെല്ലാനം ഗോണ്ടൂപ്പറമ്പിൽ അജ്ഞാത സംഘം 3 വാഹനങ്ങൾക്ക് തീയിട്ടു. സംഭവത്തിൽ 2 കാറുകൾക്കും 1 ഓട്ടോറിക്ഷയ്ക്കുമാണ് നാശനഷ്ടമുണ്ടായത്. കൂടാതെ 2 ഇരുചക്ര വാഹനങ്ങൾ സമീപത്തെ കനാലിലേക്ക് തള്ളിയിടുകയും ചെയ്തു. രതീന്ദ്രദാസ്, ആൽബി എന്നിവരുടെ കാറുകളുടെ കവറുകൾക്കാണ് തീപിടിച്ചത്. തീ പടർന്നെങ്കിലും കാറുകൾക്ക് ചെറിയ തോതിലുള്ള നാശനഷ്ടമാണ് സംഭവിച്ചത്. ആൽബിയുടെ ഓട്ടോറിക്ഷ പൂർണ്ണമായും കത്തി നശിച്ചു. സംഭവത്തിന് പിന്നിൽ മയക്കുമരുന്ന് ലോബികളുടെ പങ്കുണ്ടാകാമെന്നാണ് പ്രാഥമിക സംശയം. വിവരമറിഞ്ഞെത്തിയ കണ്ണമാലി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ശനിയാഴ്ച രാത്രി പറക്കിലാണ്. ഞായറാഴ്ച വണ്ടി ഓടിയിട്ടില്ല. കാരണം എനിക്ക് കോഴിയുടെ വർക്കുണ്ടായതുകൊണ്ട് വണ്ടി ഞായറാഴ്ച എടുത്തിട്ടില്ല. പിന്നെ ഞായറാഴ്ച രാത്രി 12 മണിക്ക് ശേഷമാണ് ഞാൻ അറിയുന്നത് എൻ്റെ വണ്ടി കത്തിച്ചിട്ട് വരുന്നത്. അപ്പോൾ എൻ്റെ അയൽവക്കാരനായ തോമസ് എന്ന് പറഞ്ഞ ആളാണ് എന്നെ വിളിച്ച് പറയുന്നത്. ഇതൊന്ന് വിളിച്ച് ഞാൻ എഴുതിയിട്ട് വന്ന് നോക്കുമ്പോഴത്തേക്ക് ഞാനും എൻ്റെ ഇളയ മകനും കൂടിയാണ് വന്നത്. അപ്പോൾ വണ്ടി പൂർണ്ണമായിട്ടും കത്തി നശിച്ച നിലയിലാണ് കണ്ടത്. അപ്പോൾ ഇവർ അയൽവക്കാരും അവരെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു, തീ കെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുത്തു. കംപ്ലയിൻറ്റ് കഴിഞ്ഞിട്ട് വന്ന് പോലീസൊക്കെ അന്വേഷിച്ചിരിക്കണം, കാര്യങ്ങളെല്ലാം അന്വേഷിച്ചിരിക്കുന്നു. എൻ്റെ പേര് ആൽബി, ആന്റണി എന്നാണ് എൻ്റെ ഒറിജിനൽ പേര്. ആൽബി എന്നാണ് നാട്ടിലുള്ളത്. സംശയിക്കുന്നുണ്ടോ മഴക്കമ്പലത്തിൽ? ശരിക്കും പറഞ്ഞാൽ ആരും സംശയിക്കേണ്ട ആവശ്യമില്ല. കാര്യം ആരോടും എനിക്ക് ബുദ്ധിമുട്ടോ വഴക്കമൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. പിന്നെ അങ്ങനെ പ്രത്യേക സംശയമൊന്നുമില്ല. സാമൂഹ്യ വിരുദ്ധരാണ്. ലോബി ചെയ്യാൻ സാധ്യത അല്ലേ? മയക്കുമരുന്ന് ലോബി അയക്കാൻ സാധിക്കും. കാരണം നമ്മൾ 5 വണ്ടിയൊക്കെ ഒരുമിച്ചൊക്കെ ഒരു വണ്ടി മാത്രമല്ല, എൻ്റെ വണ്ടി മാത്രമാണെങ്കിൽ എൻ്റെ മാത്രം ചോദിക്കുന്നവൻ എൻ്റെ വണ്ടി മാത്രം ചെയ്താൽ മതി. പിന്നെ ചോദിക്കാൻ വന്നവൻ അങ്ങനെയല്ല. 5 വണ്ടി, 2 വണ്ടി വെള്ളത്തിൽ കളഞ്ഞിട്ട് 4 വണ്ടിയോളം കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്നെ മാത്രം ചോദിക്കാൻ ഒരാൾ വന്നെങ്കിൽ എനിക്കിട്ട് മാത്രം ചെയ്താൽ മതിയായിരുന്നു. അത് മാത്രമല്ല, ഇപ്പം നമ്മുടെ ചെല്ലാനത്ത് വന്നിട്ട് സാമൂഹിക വിരുദ്ധമായിട്ടുള്ള പരിപാടി ചെയ്യുന്ന ആൾക്കാർ ചെല്ലാനത്തേയും കടന്നു വന്നിരിക്കുന്നു എന്നാണ് ഇതിൽ ചെയ്ത് പോയിരിക്കുകയാണ്. എത്ര വണ്ടി മൊത്തം 2 ബൈക്കും 2 ബൈക്ക് 2 ഓട്ടോ ഒരു കാർ. നിങ്ങളിപ്പോൾ ഈ സാമൂഹ്യ വിരുദ്ധരാന്ന് പറഞ്ഞല്ലോ, മയക്കുമരുന്ന് ലോബി അങ്ങനെ വല്ല അയക്കാൻ സാധ്യത ആയിരിക്കാം. വെള്ളം അടിച്ച് ഇങ്ങനെ പ്രശ്നം മദ്യം കഴിക്കുന്ന പോലീസ് ഒന്ന് അന്വേഷണം നടത്തിയോ? പോലീസ് നല്ലപോലെ അന്വേഷിക്കുന്നുണ്ട്. അവരുടെ CCTV എല്ലാ ദൃശ്യങ്ങളെല്ലാം കിട്ടിയോ? ഒന്നും കിട്ടിയിട്ടില്ല. ഞങ്ങളും അന്വേഷിക്കുന്നുണ്ട്, പോലീസുകാർ നോക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഡിഗ്രിയോ ഡിപ്ലോമയോ എന്തുണ്ടായിട്ടെന്താ? കാര്യങ്ങൾ ജോറായി നടക്കണമെങ്കിൽ നല്ല ജോലി, മികച്ച ശമ്പളവും 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസോട് കൂടി ഇന്ത്യയിലും വിദേശത്തും മികച്ച തൊഴിലവസരങ്ങളുള്ള NCVT സർട്ടിഫിക്കറ്റോട് കൂടിയ ഫിറ്റർ കോഴ്സ്, ടാറ്റ സർട്ടിഫിക്കറ്റോടെ ഓട്ടോമൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ്, കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടിയ വെൽഡർ കോഴ്സ്, കൂടാതെ വനിതകൾക്കായി കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോട് കൂടിയ വളരെ കുറഞ്ഞ ഫീസിൽ ബ്യൂട്ടീഷ്യൻ കോഴ്സുകൾ ഇനി ജൂബിലി മെമ്മോറിയൽ പ്രൈവറ്റ് ITI നിന്നും പഠിക്കാം.